നമസ്തേ. എല്ലാവരും അവസാനം വരെ വളരെ ശ്രദ്ധിച്ചിരുന്ന് ഇത് കേൾക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു. അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. നമ്പർ 1 കേരളം എന്ന് പറയുമ്പോൾ അതേ കേരളത്തിൽ അവയവങ്ങൾ മുറിച്ച് കച്ചവടം നടത്തുന്ന ജീവനുള്ള മനുഷ്യരുടെ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവർക്ക് ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കി തലച്ചോർ മരണം സംഭവിച്ചു എന്ന് കള്ളരേഖകൾ ഉണ്ടാക്കി അവയവങ്ങൾ മുറിച്ച് കച്ചവടം നടത്തുന്ന പ്രധാന ഒരു സ്ഥലം കേരളമായി മാറുന്നു എന്ന് കേൾക്കുമ്പോൾ ഈ നമ്പർ 1 ആയ ഈ ദൈവത്തിൻ്റെ നാടിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? എറണാകുളത്തെ പ്രധാന ഹോസ്പിറ്റലുകളായ ലേക്ക് ഷോറും മെഡിക്കൽ സെൻ്ററും മറ്റ് പ്രധാന ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കച്ചവടങ്ങളാണ് നടക്കുന്നത് എന്ന് അറിയാതെയും പുകമറയായിട്ടും പല മാധ്യമങ്ങളിലും മീഡിയകളിലും വരുന്നു. ഇപ്പോഴും വളരെ തുറന്ന ഒരു ന്യൂസായിട്ട് ഒരു മീഡിയയായ ഒരു മാധ്യമവും അത് പറയാൻ തയ്യാറാകുന്നില്ല. എന്തു തന്നെയായാലും ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനെയും മറ്റ് മെഡിക്കൽ ട്രസ്റ്റിലെ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റിനെയും അവിടുത്തെ ഡോക്ടർമാരെയും ഒക്കെ തന്നെ ചോദ്യം ചെയ്ത് വളരെ ശക്തമായ തെളിവുകൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ഈ ഒരു വലിയ മനുഷ്യ അവയവ കച്ചവട തട്ടിപ്പ് ആരാണ് ഇത് നിർത്തിവെക്കുകയും ഇത് അവസാനിപ്പിക്കുവാൻ മുൻകൈയെടുക്കുക? ഇവിടെ ഭരിക്കുന്നവർ തന്നെയല്ല അത് ചെയ്യേണ്ടത്. ഇവിടെ മാറി മാറി ആര് ഭരിച്ചാലും ഈ അവയവ കച്ചവടം ഇവിടെ നിൽക്കാറില്ല, അത് കൂടി വരികയാണ്. ഒരു അവയവം മാറ്റേണ്ട രോഗിയെ അവിടെ എത്തിച്ചു കൊടുത്താൽ അത് അതിനുള്ള ചില ഏജൻസ് ഉണ്ട്. അതായത് ടൂറിസം കമ്പനി നടത്തുന്ന ഒരു കാസർകോട്ടുകാരൻ നജീബ് കല്ലട്രാസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ ടൂറിസം കമ്പനിയാണ് അദ്ദേഹം നടത്തുന്നത്. ആ കമ്പനിയാണ് ഇതിൻ്റെ പ്രധാന ഏജൻറ്റ്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളാണ് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ തെളിവുകൾ ഉള്ള സ്ഥിതിക്ക് ഇത് ഇവിടെ നടക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഒരു അവയവം മാറ്റാനായി ഒരു രോഗിയെ അവിടെ എത്തിച്ചു കൊടുത്താൽ കരളാണെങ്കിൽ 1,00,000 രൂപ അപ്പം തന്നെ കമ്മീഷൻ, കിഡ്നി ആണെങ്കിൽ 50,000 രൂപ അപ്പം തന്നെ കമ്മീഷൻ. ഇങ്ങനെ രോഗികളെ അവിടെ എത്തിച്ചു കൊടുത്താൽ ആ രജിസ്റ്റർ നടന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കമ്മീഷൻ എണ്ണിക്കൊടുക്കുന്നു. എന്തിനു പറയുന്നു? റോട്ടിലൊരു അപകടമുണ്ടായാൽ ആംബുലൻസിൽ കയറ്റി ആ ആംബുലൻസ് അവിടെ എത്തിച്ചു കൊടുത്താൽ, ഈ രോഗിയെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു കൊടുത്താൽ ആ ആംബുലൻസ് ഡ്രൈവർക്ക് കിട്ടും 3,000 രൂപ, വെറുതെ പോക്കറ്റിൽ കിട്ടും. അപ്പോൾ റോട്ടിൽ ഇടിച്ച് മോട്ടോർ സൈക്കിളിൽ പോകുന്ന പാവങ്ങളെ ആംബുലൻസുകാർ ഇടിച്ചിടുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലെ ഈ നമ്പർ 1 എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചിന്തിക്കേണ്ടതായി വരികയാണ്. നോക്കൂ, ഒരു ആംബുലൻസിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായ രോഗിയെ കയറ്റി ഈ ഹോസ്പിറ്റലുകളിൽ എത്തിച്ചു കൊടുത്താൽ അവന് 3,000 മുതൽ 5,000 രൂപ കമ്മീഷൻ അപ്പം തന്നെ കൊടുക്കുന്നു. അവയവം മാറ്റാനുള്ള ഒരു രോഗിയെ അവിടെ എത്തിച്ചാൽ 1,00,000, 50,000, 2,00,000 കമ്മീഷൻ കിട്ടുന്നു. പിന്നെ ഈ അവയവം ഉണ്ടാക്കാനുള്ള ബന്ധപ്പാടിലാണ് ഹോസ്പിറ്റലുകാർ. അതിന് ഇവിടുത്തെ പാവങ്ങളെ തെരഞ്ഞുപിടിക്കുന്നു. അല്ലെങ്കിൽ അപകടമുണ്ടാക്കിയ രോഗികളെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റാക്കിയിട്ട് പൈസ ചെലവാക്കാനില്ലാത്ത അവസ്ഥ അവിടെ ചിത്രീകരിച്ച് ഉണ്ടാക്കിയിട്ട് തലച്ചോർ മരണം, അതായത് ബ്രെയിൻ ഡെത്ത് നടന്നു എന്ന് സർട്ടിഫൈ ചെയ്ത് കള്ളരേഖകൾ ഉണ്ടാക്കിയിട്ട് ശരീരത്തിലെ പാർട്ടുകൾ അവയവങ്ങൾ മുറിച്ച് ഈ വന്ന രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്ക് വെച്ചു കൊടുക്കുന്ന കേന്ദ്രങ്ങളായിട്ട് ഇത് മാറുന്നു എന്ന് പറഞ്ഞാൽ കേരളം എവിടെ എത്തി? നമ്മൾ ആരും ചിന്തിക്കാത്തതിൻ്റെ അതിനെ ഒക്കെ അപ്പുറത്താണ് ഇപ്പോൾ ഈ സംഭവങ്ങൾ കേട്ട് നമ്മൾ തരിച്ചിരിക്കുന്നത്.
ഓരോ ദിവസം ചെല്ലുന്തോറും ഇതിൻ്റെ കൂടുതൽ കൂടുതൽ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഈ വാർത്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്നവർക്ക് പ്രധാന ഒരു ഉത്തരവാദിത്യം അതിലുണ്ട് എന്നവർ മനസ്സിലാക്കുക. അത് മാറി മാറി ഭരിച്ചതുകൊണ്ടൊന്നും കാര്യം മാറില്ല. ഇത് എന്താണെന്ന് വ്യക്തമായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയേണ്ടതായ അവകാശമുണ്ട്. ഇതേ ഹോസ്പിറ്റലിൽ തന്നെ ഒരു പ്രധാന സർജൻ ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അത് ആരും ഒന്നും അറിയാതെ നിസ്സാരവൽക്കരിച്ചു. ഒരു സാധാരണ ഡിസ്പെൻസറിയിലോ കൊണ്ടുപോയിട്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം വരെ നടത്തിയ കേസേ പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്ക് ഇത്തരം ആത്മഹത്യകളൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രധാന വ്യക്തികളൊക്കെ പ്രധാന മെഡിക്കൽ കോളേജുകളിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്യണം. അത് അന്ന് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം കച്ചവടങ്ങളും ഇതും എല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടി വരുമോ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കേണ്ടതായി വരികയാണ്. കൊല്ലത്തുള്ള ഡോക്ടർ ഗണപതി മാത്രമാണ് ഇതിനെതിരെ ശക്തമായിട്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇപ്പോഴും ഓരോ വാദങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഈ വിഷയം ആരും തന്നെ ചർച്ച ചെയ്യാനോ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനോ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ എന്താണ് നടക്കുന്നതെന്ന് ഒരു സാധാരണക്കാരന് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ നടക്കാൻ പോലും കഴിയില്ല. ICUവിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇവിടെ നിയമപരമായിട്ട് ICUയിലെ ഓരോ ബെഡിൽ നിന്നും CCTV ക്യാമറ വെച്ചിട്ട് അതിൻ്റെ ലിങ്ക് ആ പേഷ്യൻറ്റിൻ്റെ ആൾക്കാരുടെ മൊബൈലിലേക്ക് കൊടുക്കണമെന്ന് എത്ര പ്രാവശ്യം ഇവിടുത്തെ സർക്കാരിനോട് പറഞ്ഞു. അത് കേൾക്കാൻ അവർ ഇന്നും തയ്യാറായിട്ടില്ല. അറ്റ്ലീസ്റ്റ് ICUവിൻ്റെ ഉള്ളിൽ ആ രോഗിക്ക് എന്ത് പരിചരണമാണ് എന്ന് പുറത്തിരുന്നു കൊണ്ട് മൊബൈൽ കൂടി CCTV വഴി അവർക്കത് കാണാൻ സാധിക്കും. ആ ഒരു ചെറിയ ഒരു ടെക്നിക്കൽ വശം പോലും ചെയ്തു കൊടുക്കാൻ ഈ മേഖല ഇന്നും തയ്യാറായിട്ടില്ല. അത് ഇതിനുള്ള മുൻകൈ എടുക്കേണ്ടത് ഇവിടെ ഭരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പ്രൈവറ്റ് ആശുപത്രി സമൂഹത്തിൽ നടക്കുന്ന ഈ വലിയ കൊള്ള ആരിവിടെ നിർത്തുമെന്ന് നമ്മൾ ഓരോരുത്തരും പരസ്പരം ചോദിക്കണം. ആസ്പത്രിയിൽ പോകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പോകേണ്ട ഒരു വലിയ അവസ്ഥ ഇവിടെ സംജാതമായിരിക്കുന്നു എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.